നവമി ജനറൽ ആശുപത്രിക്ക് മുന്നിലാണുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിലും അവിടെ പ്രതിഷേധമുണ്ട്. നവമി, അവിടെ എങ്ങനെയാണ് പ്രതിഷേധം? അത് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് പരിഗണിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടോ അവർ? മാത്രമല്ല, ഒപ്പം ഈ രോഗികളുടെ ഒരു സാഹചര്യം എന്താണ്? OP ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എന്തായാലും രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. ശനിയാഴ്ച ആയതിനാൽ പൊതുവെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. എങ്കിൽ പോലും OPയിൽ ഹൌസ് സർജന്മാരുണ്ട്. അവരാണിപ്പോൾ എത്തുന്ന രോഗികളെ ചികിത്സിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച സാധാരണ ഇവിടെ ഗ്യാസ്ട്രോയ്ക്ക് വേണ്ടിയിട്ട് ചികിത്സ തേടുന്ന ഡോക്ടറാണ് ഉള്ളത്. പക്ഷെ ആ ഡോക്ടർ ഇന്ന് ഇല്ല. സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറി നിൽക്കുന്നുണ്ട്. പകരം ഹൌസ് സർജന്മാർ PG ഡോക്ടേഴ്സാണ് ഇപ്പോൾ വരുന്ന രോഗികളെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവപ്പെടുന്നില്ല. അത്യാഹിത വിഭാഗത്തിൽ ആയിക്കോട്ടെ, പ്രസവം അടക്കമുള്ള കാര്യങ്ങളിൽ അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ചികിത്സ ലഭിക്കുന്നുണ്ട്. അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രതിഷേധമൊന്നും തന്നെ, അല്ലെങ്കിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലൊന്നും തന്നെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല. PG ഡോക്ടർമാരുടെ ഒരു ചികിത്സ അത് രോഗികൾക്ക് വേണ്ടി ഇവിടെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കൊൽക്കത്തയിലെ സംഭവം, അതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർമാരുടെ പ്രതിഷേധം, അതിനെ നമുക്ക് യാതൊരു രീതിയിലും തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു സുരക്ഷ, നമ്മളെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ആ ഡോക്ടർമാരുടെ ജീവൻ രക്ഷിക്കാൻ അതിന് നമ്മുടെ സംവിധാനത്തിന് കൃത്യമായി തന്നെ അത് നടക്കേണ്ടതുണ്ട്. അവരുടെ ജീവനും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർക്ക് സുരക്ഷിതമായി രാത്രിയോ പകലോ ആയിക്കോട്ടെ ജോലി ചെയ്യാനുള്ളൊരു അവസരം നമ്മുടെ സമൂഹം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവരുടെ ഡോക്ടർമാരുടെ ഈ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് രോഗികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ചേട്ടാ, ഡോക്ടറിനെ കണ്ടോ? ഇല്ല, കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സിംഗ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇന്ന് ഡോക്ടർമാരുടെ സമരം നടക്കുകയാണ്. ഒരു ഡോക്ടറേ ഉള്ളു. അപ്പൊ അവിടെ നിന്നപ്പോ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കണ്ടു ഡോക്ടറിനെ കണ്ടു. അങ്ങനെ ഡോക്ടറിനെ എന്തായാലും കാണാൻ പറ്റിയല്ലോ അല്ലെ? ഡോക്ടറെ കാണാൻ പറ്റാണ്ട് വന്നാൽ കൂടെ എല്ലാവരും ഡോക്ടറെ കണ്ടിട്ടാൽ ലളിത, എന്തായാലും എത്തുന്ന രോഗികൾക്ക് ഈ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല. അവർക്ക് കൃത്യമായി തന്നെ PG ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട്. സാധാരണ ഇന്ന് ശനിയാഴ്ച, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ശനിയാഴ്ച ആയതിനാൽ പൊതുവെ ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കുറവായിരിക്കും എന്ന് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ അധികൃതർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അമ്മ, ഡോക്ടറിനെ കണ്ടോ? ഇല്ല, ഡോക്ടർ ഇല്ല. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണ്, അറിഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണ്. അപ്പൊ ഇന്ന് PG ഡോക്ടർമാര് മാത്രമേ ഇന്ന് ഉണ്ടാവൂ. ഏത് ഡോക്ടറെ കാണാനായിരുന്നു? കണ്ണിന്റെ ഡോക്ടർ. അങ്ങനെ ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണാൻ വരുന്നവർക്ക് മാത്രം ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അവർ അറിഞ്ഞിരുന്നില്ല ഇന്ന് ഡോക്ടർമാരുടെ സമരം ആണെന്ന്. എന്തായാലും എങ്കിൽ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആളുകൾക്ക് ഈ പനിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടറിനെ കണ്ടോ? ഇല്ല, ഇന്ന് സർജനി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് അറിഞ്ഞിരുന്നില്ല അല്ലെ സമരാണെന്ന്? അറിഞ്ഞില്ല. കാലിന് പഴുപ്പുണ്ട്, അതാണ്. അപ്പൊ ഇന്ന് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കാലിന്റെ ഇവിടെ പഴുപ്പ്. ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരുണ്ടാവില്ല, PG ഡോക്ടർമാർ മാത്രമേ ഇന്ന് ഉണ്ടാവൂ. ഇതിപ്പോ ചെയ്യാൻ ഡോക്ടറെ കാണിക്കേണ്ടത് വൃത്തിയില്ല. എന്തോ അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വന്നവരുണ്ട്. അവർക്ക് പോലും ഇന്ന് ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിയാതെ വന്ന രോഗികളുമുണ്ട്. എങ്കിൽ പോലും ഇവിടെ എത്തുന്നവർക്ക് കൃത്യമായ ഒരു ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള സൌകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ശനിയാഴ്ച ഗ്യാസ്ട്രോ ഡോക്ടറാണ് ഉണ്ടാവുക. ആ ഡോക്ടർ ഇന്ന് സമരത്തിന്റെ ഭാഗമായി അവധിയാണ്. PG ഡോക്ടർമാർ ഇന്നലെ സമരം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഡോക്ടർമാർക്ക് പകരം, അത് ഇന്നലെ അവർ സമരം നടത്തിയതിനാൽ ഇന്ന് PG ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡോക്ടർമാരുടെ സമരത്തിന്റെ ഭാഗമായി അവരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അവരുടെ ഒരു പ്രതിഷേധം ഏത് വിധത്തിലാണെന്ന് കൂടി നമുക്ക് കേൾക്കാം. എന്തായാലും കേരളത്തിൽ നമുക്കറിയാം വന്ദനാദാസിന്റെ മരണം അത് വലിയ രീതിയിലാണ് ഈ ഡോക്ടർമാരെ ഒക്കെ ഞെട്ടിപ്പിച്ചത്. അതിനുശേഷം ഇങ്ങനെ വലിയൊരു സംഭവം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മളെയൊക്കെ വളരെയേറെ ആഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. എന്തായാലും ഡോക്ടർമാരും നഴ്സസ്മാരും ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം.
നമുക്കറിയാം, നമ്മൾ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ, ജന്മവും മരണവും ഒന്നിച്ച് കൈകാര്യം ചെയ്തു പോകുന്നതാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ അത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു എന്താ പറയണേ, നമ്മുടെ തന്നെ ആത്മസംയമനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ഇതിനെല്ലാം ശക്തമായി KGN എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിക്കുന്നു. വെക്കുന്നുണ്ട്. KGN ഇതിനു മുൻപ് നമുക്കറിയാം വന്ദനാദാസിന്റെ ഒരു മരണം, അത് വലിയ രീതിയിൽ തന്നെയാണ് ഡോക്ടർമാരെയും നഴ്സസിനെയും എല്ലാവരെയും ബാധിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ ശക്തമാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം കൂടിയാണ്. തീർച്ചയായും നമുക്ക് ഒത്തിരി അത് ശക്തമാക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന നമുക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ പണയം വെച്ചാണ് നമ്മൾ എല്ലാവരും ഈ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് വരാം, തിരിച്ച് വീട്ടിൽ ചെന്ന് മക്കളെ കാണാൻ പറ്റുമോ, കുടുംബാംഗങ്ങളെ കാണാൻ പറ്റുമോ എന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം മാറേണ്ട കാലം കഴിഞ്ഞു. സംഘടനാപരമായി ഗവൺമെന്റ് തലത്തിലും എല്ലാം നമ്മൾ അതിന് ഇത് ചെയ്യുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ഓരോ അനിഷ്ട സംഭവങ്ങളും സംഭവിക്കാൻ നമ്മൾ ഇതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സംഘടനാ തലത്തിൽ ഗവൺമെന്റിന് കൈമാറുന്നതാണ്. നമ്മൾ ഓരോ തവണ ഇതിൽ നമ്മൾ പ്രതിഷേധം നടത്തി ആ രീതിയിൽ ഈ കാര്യങ്ങൾ പിന്നെ അതങ്ങ് മാറിപ്പോവുകയാണ്. പക്ഷേ ഇതാണ് ശക്തമായിട്ട് ഞങ്ങൾ ഗവൺമെന്റിനെ എന്തായാലും ശക്തമായിട്ട് നടപടി കാണുന്ന രീതിയിൽ അത് നിയമ സംവിധാനങ്ങൾ ബലപ്പെടുത്തുന്ന രീതിയിൽ ഗവൺമെന്റ് ശക്തമായിട്ട് അറിയിക്കും. എന്തോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാരൊക്കെ വേണ്ട വിധത്തിലുള്ളൊരു നടപടി സ്വീകരിക്കാമെന്ന് വാക്കാൽ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, അങ്ങനെ കർശനമായിട്ടുള്ളൊരു സുരക്ഷ ഇവർക്ക് ഉറപ്പാക്കുന്നു എന്നുണ്ടെങ്കിൽ കൊൽക്കത്തയിൽ ഇന്നലെ നടന്നതുപോലൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അതാ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും. എന്ത് വിശ്വസിച്ച് ഇനി ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും, ഒരു വിധത്തിലുള്ളൊരു സുരക്ഷയും തങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് മാറി തങ്ങൾക്ക് കൃത്യമായി ജോലി ചെയ്യാനുള്ള ഒരു സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് തന്നെയല്ലേ നിങ്ങളുടെ ആവശ്യം? ഇനി നിങ്ങൾക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്, പകൽ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ എന്ത് സുരക്ഷയാണ് ഉള്ളത്? അത് തന്നെയാണ് നമ്മൾ കൊൽക്കത്തയിൽ കണ്ടത്. ആ ഒരു വിധത്തിലുള്ള ഒരു ആവശ്യം തന്നെയല്ലേ നിങ്ങൾ ഉന്നയിക്കുന്നത്? അതെ. ഇത് കുട്ടികൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അവരുടെ ആവശ്യം, അവരും ഭാവിയിൽ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടവരാണ്. അവർക്കും ഇത്തരത്തിൽ സുരക്ഷിതമായി തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സൌകര്യം ഒരുക്കണം എന്ന് തന്നെയാണ് ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും രാജ്യവ്യാപകമായിട്ടുള്ള ഈ ഡോക്ടർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരും നഴ്സസും നൽകുന്നത്. എൽദോ.